إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 111ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുക. മുന്നായത്തിൽ ആ നരകാവകാശികളായ അവിശ്വാസികളുടെ അവസ്ഥ വിശദീകരിച്ചു. ഈ ആയത്തിൽ കൂടി വിശ്വാസികൾക്ക് ലഭിക്കുന്ന അതിമഹത്തായ ഭാഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്നീ നിശ്ചയമായും ഞാൻ എന്ന് പറയുകയാണ്, ജസൈതുഹും അവർക്ക് പ്രതിഫലം നൽകിയെന്ന് പറഞ്ഞാൽ ആ സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച അള്ളാഹുവിന്റെ ദൂതന്റെ ആ ദൂത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരികയും അതനുസൃതമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിജയം പ്രാപിക്കുകയും ചെയ്ത ആ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജസൈതുഹും അവർക്ക് ഞാൻ പ്രതിഫലം നൽകിയെന്നാണ്. അൽയൗമ ഇന്നേ ദിവസം ബിമാ സ്വബറു അവർ ക്ഷമ പാലിച്ചതിന്റെ പേരിലാണ് അത് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ ക്ഷമിച്ചിട്ടുണ്ട്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ അവർ ക്ഷമ പാലിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ടുള്ള ആപത്ത് മുസീബത്തുകളിൽ അവർ അങ്ങേയറ്റം ക്ഷമ പാലിച്ചിട്ടുണ്ട്. ഈ മൂന്ന് രൂപത്തിലും പരിപൂർണമായ ക്ഷമ പാലിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവിടെ തെറ്റുകുറ്റങ്ങളൊക്കെയും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി കൊടുത്തിരിക്കുകയാണ്. അവരുടെ തുലാസിന്റെ കനം നന്മയുടെ തുലാസിന്റെ കനം കൂടിയിരിക്കുകയാണ്. അവർ വിജയം പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെ വിജയവേരി മുഴക്കിക്കൊണ്ട് സ്വർഗാവകാശികളായി നിൽക്കുന്ന അവരെ ചുണ്ടിക്കൊണ്ടുള്ള പറയുകയാണ്, ഇന്നീ നിശ്ചയമായും ഞാൻ ജസൈതുഹും അവർക്ക് പ്രതിഫലം നൽകി. അൽയൗമ ഇന്ന ദിവസം ബിമാ സ്വബറു അവർ ക്ഷമിച്ചതിന്റെ പേരിൽ അന്നഹും നിശ്ചയമായും അവർ ഹുമുൽ ഫായിസൂൻ അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ എന്നാണ് പ്രഖ്യാപിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത അന്ത്യമില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത ആ വിദൂരമായ ആ ലോകത്തേക്കാണ് അവർ പ്രവേശിക്കുന്നത്. ആ സുഖം ആ സൗകര്യം ഒരിക്കലും മുറിഞ്ഞു പോവുകയോ തടയപ്പെടുകയോ ഇല്ല. അത്രയും ഒരു കണ്ണിനും ഇത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും സങ്കല്പിച്ചു രൂപം പ്രാപിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അങ്ങേയറ്റം സുഖാഡംബരത്തിന്റെ ലോകത്തേക്കാണ് അവർ ആനയിക്കപ്പെടുന്നത്. അത് ശാന്തിയുടെ ലോകമാണ്, സമാധാനത്തിന്റെ ലോകമാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും ലോകമാണ് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആനയിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, ഹുമുൽ ഫായിസൂൻ അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ആ സ്വർഗപ്രവേശനം ലഭിക്കുന്നവർ തന്നെ എന്നാണ് അല്ലാഹു പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.